ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. പാലപ്പിള്ളിയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായയെയും കൊന്നു. തോട്ടം തൊഴിലാളിയായ കള്ളാടിക്കുന്നത്ത് ആലിയുടെ പശുക്കുട്ടിയും നായയുമാണ് ചത്തത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. പാടിയോട് ചേർന്ന് കെട്ടിയിട്ട പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ്. തൊട്ടടുത്ത പറമ്പിൽ ചങ്ങലയിൽ പൂട്ടിയിട്ട നായയെയും പുലി ആക്രമിച്ച് കൊന്നു. പാടിയിലെ മറ്റ് താമസക്കാർ രാവിലെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇവയെ ചത്ത നിലയിൽ കണ്ടത്. പശുവിനെയും നായയെയും ആക്രമിച്ച് കൊന്നത് പുലിയാണെന്ന് സ്ഥലത്തെത്തിയ പാലപ്പിള്ളി വനപാലകർ സ്ഥിരീകരിച്ചു. 4 മാസം മുൻപ് ഇതേ സ്ഥലത്ത് പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊന്നിരുന്നു. പാലപ്പിള്ളിയിൽ നിന്ന് കാരിക്കുളത്തേക്കുള്ള റോഡിനോട് ചേർന്നുള്ള പാടിയിലാണ് പുലി ഇറങ്ങി ഭീതി പരത്തിയത്. കാലങ്ങളായി പാലപ്പിള്ളിയിൽ പുലി വരുന്നുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് തെളിവ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇതൊക്കെ തെളിവ് അടക്കം എല്ലാം ഉണ്ടായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ ഒരു ശാശ്വതമായൊരു പരിഹാരം, ഒരു ക്യാമറ വെക്കാന്ന് പറഞ്ഞിട്ട് പോലും ക്യാമറ വെച്ചിട്ടില്ല. ഇതിപ്പം പാടികൾ, കുട്ടികളും അമ്മമാരും എല്ലാവരും ഒരുവിധം എല്ലാവരും താമസിക്കുന്ന ഒരു സ്ഥലത്ത് തൊട്ട് പിന്നിലാണ്. ഇതാണ് ആ സ്ഥലം. ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അന്നും മാനേജർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു, ശരിയാക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഇന്ന് വരെ ശാശ്വതമായൊരു പരിഹാരം ഇതിനുണ്ടായിട്ടില്ല. പാടിക്കാരും ഇവിടെ കുട്ടികളും മക്കളൊക്കെ ഉള്ളതാണ്. അവരൊക്കെ പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെയുള്ള 4 പാടികളിലായി നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. പാടികൾക്ക് സമീപമുള്ള റബ്ബർ തോട്ടങ്ങൾ കാടുമൂടി കിടക്കുന്നതാണ് വന്യമൃഗശല്യത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പരിസര പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കാൻ പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും കമ്പനി അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഈ തൊട്ടപ്പുറത്താണ്. അവരാരും ഇതുവരെ ഒന്ന് പരിഹാരം കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അവർ ക്യാമറ വെച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു പാടി കിട്ടിയത് ഒരു ഉപകാരം. ഞങ്ങൾക്ക് ഒരു പെരണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാടിയിട്ട് നിൽക്കൂലായിരുന്നു. അത്ര പേടിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് അടുക്കളൻ്റെ. ഞാൻ ഈ 2:45 ഒറ്റക്കാണ് എനിക്കാണ്. ഒരാൾ ഇതിനൊരു പരിഹാരം കാണുന്നില്ല. മേഖലയിൽ നിരന്തരം പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടും പുലിയെ കണ്ടെത്താനായുള്ള ക്യാമറ സ്ഥാപിക്കാൻ വനം വകുപ്പ് ഇടപെടുന്നില്ലെന്ന് വാർഡ് മെമ്പർ സതി രവി പറഞ്ഞു. കുട്ടികൾ കളിക്കുന്ന മുറ്റത്ത് പുലി ഇറങ്ങിയതോടെ ഭീതിയിലാണ് പാടിയിലെ താമസക്കാർ. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നും വന്യമൃഗശല്യം ഒഴിവാക്കാൻ അധികൃതർ ഇടപെടണമെന്നും പാടിയിലെ താമസക്കാരായ മുഹമ്മദ്, മെഹർനിസ എന്നിവർ ആവശ്യപ്പെട്ടു. സംഭവത്തെ തുടർന്ന് വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ സതി രവി, സുഹ്റ മജീദ്, ലില്ലി ബേബി, ആൻസി തോമസ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് മേഖലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വേണ്ട നടപടികൾ എടുക്കണമെന്ന ആവശ്യവുമായി ഹാരിസൺ കമ്പനി മാനേജ്മെന്റുമായി പഞ്ചായത്ത് അധികൃതർ ചർച്ച നടത്തിയിരുന്നു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങൾ